ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട്? ഇന്ന് നമ്മുടെ EV കാറിനെ കുറിച്ചാണ് ഈ വീഡിയോ. കുറേ ആൾക്കാർ നമ്മളെ വണ്ടി എടുത്തു മുതൽ ചോദിക്കുന്നുണ്ട്, വണ്ടി എങ്ങനെ ലോങ് ട്രിപ്പ് പോകാൻ പറ്റുന്നുണ്ടോ, ബാറ്ററി ചാർജ് എങ്ങനെ, എത്ര കിലോമീറ്റർ കിട്ടും. കുറേ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ആയി ആലോചിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ EV കാറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. അതിനിടയ്ക്ക് ഏകദേശം 3 ട്രിപ്പ് ഓൾറെഡി പോയി, ലോങ് ട്രിപ്പ്. ഇത് 4ാമത്തെ ട്രിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 3 ട്രിപ്പ് മുമ്പ് പോയത് ആദ്യം ബാംഗ്ലൂർ, പിന്നീട് മൂന്നാർ, കൊച്ചി, അവസാനം കോഴിക്കോട്. ഇത് ഇപ്പോൾ പോകുന്നുള്ള വയനാടാണ്. കൂടാതെ നമ്മൾ പോകുന്ന ഏരിയ ഇറക്കം കൂടുതലാണെങ്കിൽ കിലോമീറ്റർ കൂടുതൽ കിട്ടും, കയറ്റം കൂടുതലാണെങ്കിൽ കിലോമീറ്റർ കുറയും. നോർമൽ ഒരു നമ്മൾ ലെവൽ റോഡിൻ്റെ ഇപ്പോൾ നമ്മളെ ഏരിയൻ്റെ എല്ലാ റോഡ് ഇതനുസരിച്ചിട്ടാണ് എനിക്ക് 300 കിട്ടുന്നത്. ഇറക്കം കൂടുതലുള്ള ഇപ്പോൾ വയനാടാണ് ഞാൻ പോയത്. വയനാട്ടിൽ ഒരുപാട് ഇറക്കങ്ങളുണ്ട്. ആ ഇറക്കങ്ങൾ ഇറങ്ങുമ്പോൾ റീജനറേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ കിലോമീറ്റർ ഒരുപാട് കൂടുതൽ കിട്ടുന്നുണ്ട്. റീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ഒരു 50% ചാർജ് ഉണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഇറക്കം അനുസരിച്ചിട്ട് ചാർജ് കൂടിക്കൊണ്ട് പെർസെൻറ്റേജ് കൂടിക്കൊണ്ട് വരും. നമ്മൾ ഏത് റൂട്ടിൽ പോയാലും ആ റൂട്ടിൽ നമുക്ക് ഏകദേശം ഒരു 30% ചാർജ് ഉണ്ടാകുമ്പോൾ സെർച്ച് ചെയ്താൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ അതേ റൂട്ടിൽ തന്നെ നമുക്ക് ലഭിക്കും. അത് ഏത് റൂട്ടിൽ പോകണമെങ്കിലും ഇപ്പോൾ ഞാൻ 4 യാത്രയിൽ എനിക്ക് ചാർജിങ് സ്റ്റേഷൻ്റെ ചാർജിങ് ആക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് വന്നിട്ടില്ല. EV കാറിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ബുദ്ധിമുട്ടാണുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് മിക്കവാറും ചാർജ് ചെയ്യുന്നത് ഏകദേശം 30% ആകുമ്പോൾ എല്ലാവരും ചാർജ് ചെയ്യും. പക്ഷേ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ EV കാറുകളുടെ ബാറ്ററി വരുന്നത് സെൽ ബേസ് ആണ്. അതായത് ഇപ്പോൾ എൻ്റെ വണ്ടീൻ്റെ 35 കിലോവാട്ടുള്ള ബാറ്ററിയാണ്. പക്ഷേ അത് സെൽ ബേസ് ഏകദേശം ഒരു 6-8 സെല്ലുകളായിട്ടാണ് വരുന്നത്. മിക്കവാറും EV കാറുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതലും 30% അല്ല 25% അല്ല 20%-ലെത്തിയിട്ടാകുമ്പോൾ റീചാർജ് ചെയ്യും. റീചാർജ് ചെയ്യുമ്പോൾ അവസാനത്തെ സെല്ല് യൂസ് ആകുന്നില്ല. അങ്ങനെ യൂസ് ആവാതിരിക്കുമ്പോൾ പൊതുവെ ചാർജ് ആവാനുമില്ല, ചാർജ് അതിൽ നിന്ന് ഇറങ്ങാനുമില്ല. അങ്ങനെ ആകുമ്പോൾ അവസാനത്തെ സെല്ല് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയേറെയാണ്. അപ്പോൾ കമ്പനികളോട് എനിക്ക് പറയാനുള്ളത്, എത്രത്തോളം ടെക്നോളജി കണ്ടുപിടിച്ച കമ്പനിക്ക് ഈ സെല്ലുകളുടെ 2 ഭാഗത്തുനിന്നും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷന് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായി. ടോട്ടലി EV വണ്ടി എടുത്തതുകൊണ്ട് വളരെ ഹാപ്പിയാണ്, വെരി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ഇതിൻ്റെ പുള്ളിങ്ങും അതുപോലെ ഡ്രൈവിംഗിലും ഭയങ്കര ഈസി, ഓട്ടോ ഹോൾഡ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. മറ്റു വണ്ടീനായിട്ട് ഒരുപാട് ഈസിയാണ് ഡ്രൈവ്. ഓക്കെ, അപ്പോൾ കൂടുതൽ EV കാറിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.